എന്ത്? ഞാൻ കഴിക്കാതിരിക്കുക ചെയ്തോളാം. നീ എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ 100 വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോലിക്ക് വന്നാൽ ഫോണിലോട്ട് കിടന്ന് കുണവണ വിളിക്കരുതെന്ന്. വെച്ചിട്ട് പോടിയത്. എന്ത്? തിന്നണില്ല. അത് തന്നെ. വെച്ചോ. എടാ ഇത് എന്താണ് പ്രശ്നം? എൻ്റെ കനക, ഇത് പറയാൻ പറ്റിയ പ്രശ്നമൊന്നുമല്ല. ഇത് ഞാൻ അനുഭവിച്ച് തന്നെ തീരുള്ളൂ. ഇത് എടാ ഇത് എന്താന്ന് പറ. രാവിലെ മുതൽ തുടങ്ങിയല്ലേ ഈ ഫോൺ വിളിയും ചീത്ത പറച്ചിലും. കനക, എൻ്റെ ഭാര്യ ഉമ്മയും കൂടി ദിവസവും വഴക്കാണ് വീട്ടിൽ കിടന്ന്. ഒരു നേരത്തും മനുഷ്യന് സ്വസ്ഥത തരൂല. നമ്മൾ ഈ കണ്ട പണിയും ബഹളവും ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അപ്പം തുടങ്ങും. ഞാനിന്ന് ഇറങ്ങി പോരാൻ നേരത്ത് ഗംഭീര വഴക്ക് രണ്ടുപേരും കൂടി. എന്താ കാര്യം? എനിക്ക് തന്ന ഇടിയപ്പത്തിൽ തേങ്ങ കൂടിപ്പോയിന്ന് ഉമ്മ പറയണു. അപ്പൊ ഉമ്മാക്ക് ഇത്തിരി തേങ്ങാപ്പീരം കിട്ടുകൊടുത്താ പോരെ? ഉമ്മാക്ക് തേങ്ങാപ്പീരിന് കഷ്ടകാലത്തിന് ഉമ്മയുടെ ഇടിയപ്പം മറിച്ചിട്ടപ്പോ അതിൽ തേങ്ങ കുറവ്. വേഗം അവർക്ക് മനഃപൂർവ്വം കുറച്ചു കൊടുത്താന്നും പറഞ്ഞാണ് ബഹളം. ഇതില് നമ്മ ആരുടെ പക്ഷത്ത് നിൽക്കും? എടേ ഉമ്മാക്ക് അങ്ങനെയാണെങ്കിലും പിന്നെ നിനക്ക് തേങ്ങ കൂടുതൽ അവള് തന്നെങ്കിൽ അത് സന്തോഷിച്ചാ പോരെ ഉമ്മാക്ക്? എന്റെ കനക, അപ്പൊ വഴക്കിടാൻ വിഷയം വേണ്ടേ? എന്തേലും കാര്യം ഉണ്ടാക്കി വെറുതെ മെക്കിട്ട് കയറണെന്ന്. എനിക്ക് ജീവിതം വെറുത്ത്. ചിലപ്പോ ഞാൻ ഓർക്കുമ്പോ ലൈംഗിക തൂങ്ങി ചാകാൻ. അപ്പൊ ചാത്ത പിന്നെയും കുഴപ്പമാണ്. ഇവക്ക് തന്നെ കിട്ടും പെൻഷനും ജോലി. അപ്പോഴും ഉമ്മ പുറത്തായേ. ഇതിന്റെ ഇടയിൽ കിടന്ന് നരകിക്കാണ് മനുഷ്യൻ. നീ ചിരിച്ചോ, എനിക്ക് ഒരു സമാനവും. ഞാൻ പറയല്ല, ഇതൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്കെന്തോ ഭയങ്കര ഭാഗ്യം കിട്ടിയതാ. എന്റെ ജമന്തി അമ്മയെ നോക്കുന്ന പോലെ ഒരു മരുമക്കളും അമ്മയെ നോക്കണ്ടാവില്ല. അതൊക്കെ ഒരു ഭാഗ്യമാണ് കനക. എല്ലാവർക്കും കിട്ടൂല അത്. ശരിയാ, ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാനായിട്ടാണ് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതല്ല, ഞാൻ സമയം കിട്ടുമ്പോ നിന്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് കൊതിയാകണെന്ന്. ഈ കാര്യം ഞാൻ അവിടെ വീട്ടിൽ പറയും. അപ്പൊ പറയും ഞങ്ങളൊക്കെ കൊള്ളരാത്തവരാണ്, നീ അന്നാ കനകന്റെ വീട്ടിൽ പോയി താമസിക്കാൻ പറയണേന്ന്. അപ്പൊ അവരൊന്നാവും. ഒരു കാര്യത്തിന് ഇവർക്ക് ഒരു ക്ഷമയില്ല, സമാധാനവും ഇല്ല. വെറുതെ ഇടി. നാട്ടുകാരൊക്കെ വെറുത്തിട്ടേക്കാണ് ഇപ്പൊ എന്നാ. കല്യാണം കഴിക്കണ്ടായിരുന്നു. അതവള് തന്നെയാണ്. അവക്കിപ്പൊ രാന്താണ്. ഞാൻ വല്ല ലൈൻ കമ്പിയുമ്പോ തൂങ്ങി ചാകോട്ടാ കനകത്. ഇന്നാളെ മറ്റേ നമ്മ 11 KV വർക്ക് ചെയ്യാൻ പോയില്ലേ, അന്ന് ഇതുപോലത്തെ ഒരു വിഷയം ഉണ്ടായി. ഞാൻ ആ തുളയിൽ കൈയിട്ട് നിക്കണോന്ന് ഓർത്താണ്. പിന്നെ ഞാൻ നിയന്ത്രിച്ചിങ്ങാണ്ട് പോന്നതാണ്. ആരാണ്? അവള് ആര്? ഹലോ, ഇവിടെ ഞാൻ കൊടുക്കാം സംസാരിക്കണം പ്ലീസ്. ഞാൻ വല്ല തെറിയും പറയോട്ടെ. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് ഫോണിൽ വിളിക്കണ? ഇത് ചോറ് തിന്നാനാ? ഉച്ചക്ക നിന്റെ ബാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്ക് ചോറ്. വിളിക്കരുതെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട. ഞാൻ ആകെ കലി കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഇവിടെ ഒന്നും മര്യാദ ചെലവാകൂല. ഞാൻ തോറ്റ വിഷയോട് നീ അതിലിടപെടണ്ട. ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ? നീ പോയി കഴിച്ചിട്ട് പോവാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ കൊണ്ടുവരണോ? ആർക്ക്? നിനക്ക് വേണ്ട, ഞാൻ തിന്നണില്ലെന്ന്. നീ പോയിക്കോ ചെല്ലി. വാശി പിടിക്കണ്ടടാ, വേണം ഞാൻ കൊണ്ടുവരാം. വേണ്ട കനക, നീ പോയി കഴിച്ചിട്ടുണ്ടോ, ഞാനിവിടെ ഇരുന്നോളാം. എല്ലാം പുറത്തോട്ട് വിളിക്കും. എന്തേലും ചെയ്യാ, നീ പോയിക്കോ. നിനക്ക് വീട്ടിൽ ചെന്ന സമാധാനമെങ്കിലും ഉണ്ടല്ലോ, വഴക്കില്ലല്ല. നീ ചെല്ലി, സമാനമുള്ള ഒരു കഴിക്കും. വിളിച്ചിട്ട് ചെല്ലാന്ന് പറഞ്ഞു പോടാ. വെറുതെ ജമന്തി ആയില്ലേ? കാലായില്ലേ? എടുത്തു വെച്ചോ. ഭക്ഷണം എടുത്ത് വെക്ക്. ചോറ് വേണുള്ളൂ. അതെന്തുപറ്റി? അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ചോറ് വേവാൻ സമയം എടുക്കും. അത് തന്നെ. ഇന്നെന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെ നിന്റെ മുഖം എന്താ ഇങ്ങനെ? എന്റെ മുഖം പണ്ടേ ഇങ്ങനാ. എന്തടി ഇത് കടന്നിൽ ഊത്തിയ പോലെ? അതാ ചോദിക്കണേ. ഇവിടെ ചുറ്റും കടന്നലും ക്ഷുദ്രജീവികളൊക്കെ ആണല്ലോ. അതിൽ ഒരെണ്ണം വന്ന് എന്നെ ഇങ്ങനെ കുത്തി. അത്രേ ഉള്ളൂ. അമ്മ എന്തേ? എനിക്ക് അറിഞ്ഞൂടാ. അമ്മ 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 എവിടെ പോയി? എനിക്ക് അറിഞ്ഞൂടാ, എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പൊ അത് തന്നെ കാര്യം എനിക്ക് മനസ്സിലായി. പറ, എന്താ അവിടെ ഉണ്ടായെന്ന് പറ. ഒന്നും ഉണ്ടായില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് പറ. അമ്മ എവിടെ പോയി? ഓന്തോടി എവിടം വരെ പോവും? ഓന്തോ. അപ്പൊ തങ്കത്തിന്റെ വീട്ടിലുണ്ട്. ഓക്കെ, എന്തിനാ അമ്മ അങ്ങോട്ട് പോയത്?
എനിക്ക് അറിഞ്ഞൂടെ, എന്നോട് പറഞ്ഞിട്ടല്ല പോയത്. അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അമ്മ അവിടെ തെറ്റി അവിടെ പോയി കാണും. അതല്ലേ? അതെന്താന്നാ ചോദിച്ചത്? പറ. അല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെ ആണോ? അയ്യോ എന്താ ഇപ്പൊ നിനക്ക് ഇങ്ങനെ സംശയം? അല്ല, ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട്. അതെന്താ? 13-ാം തീയതി തിങ്കളാഴ്ച എന്താ? തിങ്കളാഴ്ച എന്താ? ഒന്നുമില്ല, ഞാൻ പതിവ് പോലെ ഓഫീസിൽ പോകും. അപ്പൊ നിങ്ങൾ ലീവ് പറഞ്ഞില്ലേ? ലീവോ? എന്തിനു ലീവ്? എന്റെ കൂട്ടുകാരി സിമിയുടെ അനിയത്തിയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട്. അത് 13-ാം തീയതിയാണോ? അയ്യോ, അതിന് ലീവ് എടുത്താണല്ലോ. അതിനെന്താ പ്രശ്നം? പോവാം. എന്നാ അമ്മ ഇന്ന് പറഞ്ഞു പോകണ്ടാന്ന്. എന്തിനെ? എനിക്ക് അറിഞ്ഞൂടാ, വേണമെങ്കിൽ എന്നോട് ഒറ്റയ്ക്ക് പോയിക്കോളാൻ. നീ എങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന? ഒരുപാട് ദൂരമുള്ളതല്ലേ? അത് തന്നെയാ ഞാനും ചോദിക്കണേ. അപ്പൊ നമ്മള് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചാണല്ലോ. പിന്നെന്താ പ്രശ്നം? ആർക്കറിയാം, അമ്മയ്ക്ക് ഏതാണ്ട് പെൻഷൻ പുതുക്കണോന്നാ ഏതാണ്ടൊക്കെ ഇവിടെ കേൾപ്പിക്കണ കേട്ടു. പെൻഷൻ പുതുക്കേണ്ട ഒന്നാണോ? അയ്യോ, പെൻഷൻ പുതുക്കണ്ടേ 13-ാം തീയതി. അപ്പൊ അതിനാര് പോവും? അതിന് നിങ്ങൾ തന്നെ പോണോന്ന് വല്ല നിർബന്ധമുണ്ടോ? നാത്തൂനോ ക്ലീറ്റോ ചേട്ടനോ ഒക്കെ പോയാലെന്താ? അല്ല, അതിന് പകതിരിവുള്ള ആരെങ്കിലും പോണ്ടേ? എങ്കിൽ പിന്നെ അമ്മാവനെ വിളിച്ചു വരുത്ത്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമല്ലോ പകതിരിവുള്ള ആള്. അയ്യോ, അമ്മാവനെ അതിന് പറഞ്ഞയക്കാൻ പറ്റില്ല. ഇത് ആ പട്ടാളത്തിന്റെ ഓഫീസൊക്കെ പോയിട്ട് 100 കസേര കയറി ഇറങ്ങണം. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോണോന്നാണോ നിങ്ങൾ പറയണേ? നിനക്കിപ്പോ എന്ത് വേണം? കല്യാണത്തിന് പോണം. കല്യാണത്തിന് പോണം. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. അടുത്ത വീട്ടിൽ ആരെങ്കിലും വിളിച്ചോണ്ട് പോകാൻ പറ്റോ? പറ്റില്ല പറ്റില്ല പറ്റില്ല. ഞാൻ നീ കൂടെ പോകും. തീർന്നില്ലേ? നമ്മൾ ഒരുമിച്ച് കല്യാണത്തിന് പോകും. തീർന്നല്ല പ്രശ്നം? തീർന്നോ? പട്ടാളത്തിന്റെ ഓഫീസിലേക്ക് പോകേണ്ട കാര്യത്തിന് നമുക്ക് വേറെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ ഏർപ്പാടായിക്കോളാം. ഇല്ലെങ്കിൽ തങ്കത്തിനെ കൂട്ടി വിടാം. അപ്പോഴും പ്രശ്നം തീരും. ഓക്കെ? ഇനി വേറൊരു കാര്യം, അത് നിന്റെ സ്വഭാവമായി ബന്ധപ്പെട്ടതാണ്. നീ എന്തിനാ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്തിനെങ്ങനെ ഉറക്കം അമ്മയോട് സംസാരിക്കുന്നത്? അങ്ങനല്ല. ഇവിടെ ഈ വീട്ടിനകത്ത് ആരും ചെവി കേൾക്കാത്ത ആളുകളില്ലല്ലോ. ഉണ്ടാ? അപ്പൊ അമ്മയോട് സംസാരിക്കുമ്പോൾ ഒരു ഇത്തിരി മയത്തിൽ സംസാരിച്ചൂടെ? ഇപ്പൊ നീ എന്തിനാ ഒച്ച എടുക്കണത്? ഇപ്പൊ നീ ഒച്ച എടുത്തോണ്ടിരിക്കല്ലേ? പറയണത് കേക്ക്. അമ്മ വയസ്സായ ആളാണ് അല്ലേ? അപ്പൊ ആ വയസ്സായ ആളുകളോട് നമ്മൾ ഇത്തിരി മയത്തിൽ സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും നമുക്ക് കുറവ് സംഭവിക്കുന്നില്ല. മാത്രമല്ല അവർക്ക് സന്തോഷം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? നീ അമ്മയോട് ഇങ്ങനെ ഉറക്ക സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് അത് ദേഷ്യം വരും. അപ്പം നിനക്ക് ദേഷ്യം വരും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെറുതെ പ്രഷർ കൂട്ടുകയാണ്. കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ച് പതുക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? നീ അത് ഒരിക്കലും ചെയ്യില്ല. നിന്നോട് ഞാൻ മോളെ എത്രയോ പ്രാവശ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ അല്ലേ? ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഉണ്ടാവോ? എന്നൊരു കാര്യം ചെയ്യ്, പോയിട്ട് അമ്മയെ വിളിച്ചിട്ട് വാ. ഞാൻ പോണില്ല. അതെന്താ? ഞാൻ അവിടെ ചെന്ന നാത്തൂനും അമ്മയും കൂടി എന്നെ കൊത്തി പറിക്കും. എന്തിന്? ഏട്ടന് അറിയാത്തോണ്ടോ? ഇപ്പൊ തന്നെ നാത്തൂന് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാവുന്ന ദൈവത്തിന് മാത്രം അറിയാം. ചിലപ്പോ നമ്മളെ ഡിവോഴ്സ് ചെയ്യിക്കാനുള്ള തീരുമാനം വരെ അമ്മേനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടാവും നാത്തൂൻ. ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ് അല്ലേ? നീ നിന്റെ മനസ്സിൽ ഇതെല്ലാം ഇങ്ങനെ സ്വരൂപിച്ച് കൂട്ടിയിട്ടാണ്. അവരങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. നീ ഒന്ന് പോയി നോക്ക്, അപ്പം അറിയാം. ഞാൻ പോണില്ല, എനിക്ക് പേടിയാ. നാത്തൂന് എന്നെ വഴക്കു പറയും. അപ്പം ഞാൻ പോയി വിളിച്ചിട്ട് വരണം അല്ലേ? എൻ്റെ ഫാസിലെ, ഞാൻ എന്തൊക്കെയാ നിന്നോട് പറഞ്ഞത് ഇവരെ പറ്റി? ഒന്നുമില്ല, ഞാൻ തന്നെ പോവാ. ഇതിനൊക്കെ വിധിക്കപ്പെട്ട ചില ആളുകളുണ്ടല്ലോ, അവരത് തന്നെ ചെയ്യണം. എന്തൊരു കഷ്ടപ്പാടാണ്. സോറി. ചേട്ടാ, ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു. ആ ബുക്കും പേപ്പറൊക്കെ എടു. അതെടുത്ത് വെക്കാം. ഞാൻ അപ്പുറത്തെ 2 വീടുകളിൽ കൊടുത്തിട്ട് വരട്ടെ. ശരി. എന്നാലും എന്നോട് അവൾക്ക് അങ്ങനെ പറയാൻ കൊള്ളാമോ? എന്റെ മോനായതിനു ശേഷം അല്ലേ അവൾക്ക് കെട്ടിയോണ്ടായത്. എന്തിനായിരുന്നു കരയണേ? അല്ല ക്ലീറ്റോ, ജമന്തി എന്ന് പറയും അമ്മ എത്തിക്കൂലായിരുന്നു. ജമന്തി എന്ന് പറഞ്ഞ തങ്കം കൊള്ളൂലായിരുന്നല്ലോ. തങ്കം കുശുമ്പി. അല്ല മക്കളെ, അതുകൊണ്ടൊന്നുമല്ല. ഞാൻ ഇത്രയും നാളും എല്ലാം ക്ഷമിച്ചു പോവുമായിരുന്നു. അറിയാമോ? നിങ്ങളെയും കൂടെ അറിയിക്കായിരുന്നു. എന്ത് കാര്യത്തിന് അമ്മയെ ക്ഷമിക്കണത് എനിക്ക് അറിയാൻ പാടില്ലാട്ട് ചോദിക്കുക. അമ്മയുടെ കാശ് കൊണ്ട് ഇവനൊക്കെ അന്തസ്സായിട്ട് ജീവിക്കണേ, അല്ലാതെ അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ല. അതൊക്കെ ശരി തന്നെ മക്കളെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നാട്ടുകാരെന്നെ നാണക്കെടലി കാടിയാണെങ്കിലും മൂടി കുടിക്കണമെന്നാ എന്നെ എന്റെ അമ്മ പഠിപ്പിച്ചത്. കരയല്ലേ അമ്മ? അതെ, ഞാൻ ആലോചിക്കണത് അമ്മ എങ്ങനെ ഇത്രയും നാൾ ജീവിച്ചു എന്നുള്ളത്. എവിടെ ഇതിനിടയ്ക്ക് ആഹാരത്തിൽ വല്ലതും കലക്കി കൊടുത്തിരുന്നെങ്കിൽ ആരെങ്കിലും അറിയോ? ഒന്നിനുമില്ലാത്ത ഈ പാവത്തിനോട് അവൾ ഈ കുശുമ്പ് കാണിക്കുന്ന കാര്യമുണ്ടോ? ഞാനിവിടെ എത്ര അന്തസ്സായിട്ട് മാന്യമായിട്ടാ ജീവിക്കണേ. അവൾക്ക് അതുപോലെ ജീവിച്ചാലെന്താ? അവൾക്ക് അഹങ്കാരം. അവളെ കണ്ടുപഠിക്കണം അമ്മേ.
ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മക്കളെ, അവിടെ ഇവിടെ നിന്നുകൊണ്ട് കുച്ചു 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 കുച്ചോ എന്റെ ചെവിയിലോ. നേരമ്മ, ഞാൻ തന്നെ ഈ പുറകുവശത്ത് അവിടെ ഈ കുശുമ്പോ കുഞ്ഞുകുഞ്ഞായ്മ പറഞ്ഞിരിക്കണ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? ആ ചെറുക്കം വരാൻ നോക്കിയിരിക്കും അവള് നുണ പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ അമ്മേനെ പറ്റി. എന്ത് കാര്യമുണ്ട് ഈ പാമ്പിടിച്ച തള്ളനോട് ഇങ്ങനെ കാണിക്കാനായിട്ട്? അവക്ക് എന്നോട് ഞാൻ പറയിപ്പിക്കണ്ട എന്നോട്. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് അവളിങ്ങനെ ഓരോന്ന് അമ്മയെടുത്ത് ഓതി ഓതി കൊടുക്കും. അപ്പൊ അമ്മ മനസ്സ് വിചാരിക്കും നമ്മളൊക്കെ മോശക്കാരാണെന്ന്. അമ്മയ്ക്ക് നമ്മൾ കൊള്ളരാത്തവരായി. അമ്മയ്ക്ക് അറിയാലോ തങ്കത്തിനെ. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്റെ അടുത്ത് വന്നാൽ എന്താ കുഴപ്പം? അത് ചെയ്യൂല. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഇനി ഒരു 5-6 മാസത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. അതെ, കെട്ടിയന്മാരെ പറഞ്ഞാൽ മതി അമ്മേ, നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. കോട്ടെ, സാരമില്ല. അവള് വേറെ വല്ലതും പറഞ്ഞോ? അല്ല, ഇത്രയും മതിയല്ല. ഇനി എന്തോന്നിന് ഇനി പോവണ്ട അമ്മ കേട്ടോ. അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് ഇന്ന് ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല മക്കളെ. നമുക്ക് 3 പേർക്കും കൂടെ പുറത്തു പോയിട്ട് വിശാലമായിട്ട് എന്തെങ്കിലും കഴിക്കാം. അവരുടെ മുമ്പിൽ കൂടെ നടന്നു പോയി നിങ്ങൾ എനിക്ക് വാങ്ങിച്ചാരണോ? തക്കളി മോളും കൂടെ സ്കൂളിൽ നിന്ന് വരട്ടെ കേട്ടോ അമ്മേ. പിന്നെ അമ്മേ, അവനെങ്ങാനും ഇവിടെ വന്ന് അമ്മയെ വിളിക്കാൻ വരുമ്പോ അമ്മ ഇറങ്ങി പോയാണ്ടല്ലോ, പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവൂല. പിന്നെ ഞാൻ പോയി കുറച്ച് അവന്റെ തന്ത ഹബീൽദാർ വന്ന് വിളിച്ചാൽ ഞാൻ പോകത്തില്ല. പിന്നെ അല്ലേ അവൻ വരട്ടെ. അമ്മേ, അമ്മ വരുന്നുണ്ട്. അമ്മ വാ. നീ എന്താ വന്നത്? അമ്മയെ വിളിക്കാം. എന്തിന്? അമ്മയെ വിളിച്ചോണ്ട് പോവാൻ. അല്ലാതെ കൈ എടുക്കാനക മോറ്റം കൂടെ. അമ്മ ഒരു സ്ഥലത്തോട്ട് വന്നില്ല. എന്താ നിനക്ക് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേക്കണേ? ഈ പാവപ്പെട്ട അമ്മേനെ അവിടെ ഇട്ട് കൊല്ലാന്നാ വിചാരിച്ചേക്കണേ? നീ നിന്റെ കെട്ടിയാളും കൂടി. എടി, അവര് തമ്മിൽ ചെറിയ പ്രശ്നമൊന്നും അല്ല കനക. ഒന്നുമില്ലാതെ അമ്മ ഇവിടെ വന്നിരുന്ന് ഇത്ര മാത്രം കരയോ? നീ എന്തിനാ എന്നോട് ചാടി കടിക്കാൻ പറഞ്ഞത്? നീ നിന്റെ ഭാര്യനെ നിനക്ക് നിർത്താത്തോണ്ട്. ഞാൻ എന്തൊരു കഷ്ടപ്പാട് പെട്ടിരിക്കുകയാണ് എന്റെ ദൈവമേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവള് ബഹളം വെക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ നടന്നാ പോരാ. നിനക്ക് നിർത്താൻ പഠിക്കണം. നിങ്ങൾ എന്തിനും പതുക്കെ സംസാരിക്കും. ഇതിനൊരു മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി.